രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖഡിനെതിരായ അവിശ്വാസ പ്രമേയത്തെ ചൊല്ലി രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. ജോർജ് സോറോസിന് കോൺഗ്രസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ജെ.പി. നദ്ദ ഇന്നും സഭയിൽ ഉന്നയിച്ചു. അദാനി വിഷയത്തിൽ പാർലമെന്റിന് പുറത്ത് ഇന്നും കോൺഗ്രസ് എംപിമാർ പ്രതിഷേധിച്ചു. ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, പ്രമേയത്തിലാണ് ഇന്ന് വലിയ ബഹളമുണ്ടായതെന്ന് തോന്നുന്നു. എന്താണ് സഭയിൽ സംഭവിച്ചത്? ഇന്ന് 3 തരത്തിലെ ഒരു പ്രതിഷേധമാണ് പാർലമെന്റിൽ നമ്മൾ കണ്ടത്. ആദ്യം ഈ രാജ്യം വിൽക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു ബാനർ ഉയർത്തി കെട്ടിക്കൊണ്ടായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന് വെളിയിൽ ഇന്ത്യ മുന്നണി എംപിമാർ പ്രതിഷേധിച്ചത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള എംപിമാരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. രാജ്യസഭയിലായിരുന്നു പിന്നീടുണ്ടായ ബഹളം. രാജ്യസഭയിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സോറസിന്റെ ഫൗണ്ടേഷനുമായി ബന്ധമുണ്ടെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ തന്നെ ആവശ്യപ്പെട്ടതാണ് വലിയ തരത്തിലുള്ള ഒരു വിവാദത്തിനും വലിയ പ്രശ്നങ്ങൾക്കും കാരണം. ഇതോടുകൂടി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ രണ്ടു കൂട്ടരും നടുത്തളത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. മാത്രമല്ല ഈ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദീപ് ധൻഖഡ് അദ്ദേഹം ഒരു കാരണവശാലും പ്രതിപക്ഷ ശബ്ദങ്ങൾക്ക് ഒരു ഇടം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിപക്ഷം 267 വകുപ്പ് പ്രകാരം ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് സഭ നിർത്തിവെച്ച് രാജ്യത്ത് വളരെ അടിയന്തരമായി ഉന്നയിക്കേണ്ട വിഷയങ്ങൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ നടന്നില്ല, ഈ സെഷനിൽ നടന്നില്ല. അതുകൊണ്ട് ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയത്. ഇതേ തുടർന്നാണ് രാജ്യസഭ പിരിഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ലോക്സഭയിലും പ്രശ്നമുണ്ടായത്. ലോക്സഭ ആദ്യം ചോദ്യോത്തര വേളയായി നടന്നു വരികയായിരുന്നു. ഷാഫി പറമ്പിൽ, ഹൈബീഡൻ തുടങ്ങിയ എംപിമാരുടെ ചോദ്യങ്ങളും അവരുടെ സ്കൂളുകൾ, പാതകൾ, ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്നിവയായിരുന്നു പ്രധാനമായും നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ഒരു ചോദ്യത്തിൽ ഉത്തരമുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഒരു കാര്യം പോലും ചർച്ച ചെയ്യാൻ സാധിക്കാത്തത്. ഈ സോറോസ് വിഷയം ഉൾപ്പെടെ ഭരണകക്ഷി എടുത്തിടുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസ് ആരോപിക്കുന്നത് 10 ദിവസമായിട്ട് പ്രധാനമന്ത്രിയെ പോലും അവിടെ കാണുന്നില്ല, ഒളിച്ചു നടക്കുന്നു, മനഃപൂർവ്വം ഒന്നും ചർച്ചയാകാതിരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ സഭയിൽ സംഭവിക്കുന്നത്, അല്ലേ? ഇതിപ്പോൾ സാധാരണ പ്രതിപക്ഷ ബഹളത്തിലാണ് സഭ പിരിയുന്നതെങ്കിൽ ഇവിടെ നേരെ മറിച്ചാണ്. ഇപ്പോൾ പ്രതിപക്ഷമല്ല ബഹളമുണ്ടാക്കുന്നത്, ഭരണപക്ഷം തന്നെയാണ്. BJP എംപിമാർ തന്നെയാണ് ഇവിടെ ബഹളമുണ്ടാക്കുന്നത്. BJP എംപിമാർ മാത്രമല്ല, മന്ത്രിമാരടക്കമുള്ളപ്പോൾ JP നദ്ദ ഈ വിഷയത്തിൽ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സോറസ് വിഷയം എടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അദാനി വിഷയത്തിന് എതിരായിട്ട് സോറസിനെ ഒരു പരിചയാക്കിക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് സഭ കടന്നു കഴിയുമ്പോൾ സഭ പിരിയുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഒരു ചർച്ച വേണം എന്ന് മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. കാലാകാലങ്ങളായി പ്രതിപക്ഷം എപ്പോഴും അവരുടെ അവകാശമാണ് 267 വകുപ്പ് ഉപയോഗിച്ച് സമ്പൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഏതെങ്കിലും 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ പ്രതിപക്ഷത്തിനെയോ പ്രതിപക്ഷത്തിന് സ്വാധീനമുള്ള അല്ലെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരെ ആരെങ്കിലും സംസാരിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. സഭയുടെ ഒരു കീഴ്വഴക്കവും അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ തന്നെ സഭ പിരിച്ചുവിടുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടിരുന്നെങ്കിൽ ഇന്ന് സോറസ് വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കി സഭ പിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പാർലമെന്റിലെ 2 സഭകളിലും കാണുന്നത്. ശരി, ധനസുബോധ്.